വീട്ടിലെത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. സന്തോഷകരമായിട്ട് ഈ യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും എൻജോയ് ചെയ്ത് ഇതിനോടൊപ്പം കൂടുക. ഓക്കെ. ആഹാരം നമുക്ക് ഇതിൽ തന്നെ നമ്മുടെ ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ട് തന്നെ ആഹാരമുണ്ട്. ആഹാരത്തോടു കൂടി അത് കുടുംബശ്രീയുടെ ഫുഡാണുള്ളത്. അതിനുശേഷം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വാങ്ങിച്ച് അവരുടെ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കാം. അവരുടെ കരിമീനാണ് ഇന്ന് അവർക്ക് ഉള്ളത്. അതിന് 120 രൂപ മറ്റാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത്. ഒരു 15 ഓർഡർ ചെയ്തിട്ടുണ്ട്. വേണ്ടിയവർക്ക് അത് വാങ്ങിച്ച് കഴിക്കാം. അതിപ്പോൾ അതിൻ്റെ പൈസ സെപ്പറേറ്റ് പേ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. ബാക്കി വിവരങ്ങളൊക്കെ നമ്മൾ പ്രകാരം പറയാം. അപ്പം യാത്ര എൻജോയ് ചെയ്യുക. വളരെ സന്തോഷം. മിണ്ടാണ്ടൊന്നും ഇരിക്കേണ്ട. എല്ലാവരും നല്ലപോലെ സംസാരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം നമ്മളിപ്പോൾ ഇത്രയും പിന്നെ കിഴക്കേ വെള്ളപ്പടി മുതൽ കുഴിയാലായിപ്പടി വരെയുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളതല്ല. എന്നാൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല എന്ന് മാത്രമല്ല, കൂടുതലും ആരുമായിട്ടും അങ്ങനെ എല്ലാവരും കണ്ട് മുഖപരിചയമുള്ളവരാണല്ലോ. പക്ഷെ അധികം ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ല. കൂടുതൽ ആർക്കും അറിയത്തില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇടപെടാനും സംസാരിക്കാനും കൂടിയുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഹൃദയം തുറന്ന് സംസാരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പം ടീച്ചർ ഒരു ഓപ്പണിംഗ് സോങ്, ഒരു പാട്ട് പാടുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ യാത്രയെന്ന് പറഞ്ഞാൽ ഉല്ലാസയാത്രയാണ്. ഞങ്ങളുടെ നാട്ടിലെ ദർശന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഏതാണ്ട് 24 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേഗ ബോട്ടിൽ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നല്ല ഒരു യാത്ര, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നല്ല ഒരു യാത്ര നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ജലത്തിൽ കൂടി, അതായത് വേമ്പനാട്ട് കായലിൽ കൂടി ഉള്ള യാത്ര. അപ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാം ഈ വീഡിയോ ഒന്ന് കാണണം. പിന്നെ ഇവിടെ ഈ വേഗ ബോട്ടിൽ ഫുഡെന്ന് പറഞ്ഞാൽ കുടുംബശ്രീയുടെ അംഗങ്ങൾ ഫുഡ് തയ്യാറാക്കി അറേഞ്ച് ചെയ്ത് ബോട്ടിൽ എത്തിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു യാത്രയാണ്, അടിപൊളി യാത്രയാണ്. ഇത് ആസ്വദിക്കാൻ നിങ്ങളെ എല്ലാവരും അങ്ങനെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മെഗാ ബോട്ടിൻ്റെ യാത്രയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ് കേട്ടോ. കാരണം കൂടുതൽ പേരും വന്നിട്ട് പ്രൈവറ്റ് ബോട്ടുകളാണ്. കൂടുതൽ ഏതാണ്ട് 68 പേരോളം എടുത്താണ് ഈ ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്നാണ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഇരുന്ന ക്യാബിനിൽ ഏതാണ്ട് 86 പേരുണ്ട് കേട്ടോ. നേരത്തെ 65 മറ്റോ പറഞ്ഞതല്ല, 86 പേരുണ്ട്. പിന്നെ കോഫി സ്നാക്സ് ഒക്കെ ഉണ്ട്. കോഫിക്ക് 15ആണ്, ചായക്ക് ചിലപ്പോൾ ഭാഗമുണ്ട്. അപ്പുറത്തായിട്ട് അവിടെ അധികം ആളില്ല. ഇവിടെ നല്ല രസം, നിറയെ ആളുണ്ട് കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ പിന്നെ അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി ഒരു യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ചായ, കാപ്പി, സ്നാക്സ് ഒക്കെ കുടുംബശ്രീയുടെ സ്പോർട്സിൻ്റെ പരിശീലന കേന്ദ്രം പേ ചെയ്ത് നമുക്കത് കഴിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ വീഡിയോ നേരത്തെ ഒന്നിട്ടിരുന്നു, എഡിറ്റ് ചെയ്തൊന്നിട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് മ്യൂസിക്കിൻ്റെ പ്രശ്നം വന്ന സമയത്ത് കോപ്പിറൈറ്റ് വന്നു. അത് കാരണം ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് മ്യൂസിക്കെല്ലാം മാറ്റിയിട്ട് ഞാൻ വീഡിയോ ഇടുകയാണ്. നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ഉല്ലാസയാത്രയ്ക്ക് ബോട്ടിൽ വേഗ ബോട്ടിൽ ബുക്ക് ചെയ്ത് പോകുന്നുണ്ടോ. ഇതെല്ലാം നല്ല, നമുക്ക് പല കാഴ്ചകളും ഈ കായലിൻ്റെ തീരത്തൊക്കെ കാണാനായിട്ട് സാധിക്കും. സ്പോർട്സ് ഉള്ള ആൾക്കാരെയൊക്കെ പരിശീലിപ്പിക്കുന്ന സായി എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഇതെല്ലാം നമുക്ക് ഈ കാഴ്ചയിൽ കാണാനായിട്ട് സാധിക്കും.
എല്ലാവരും എന്നെ പ്രൊമോട്ട് ചെയ്യുക, ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻസ് ഉണ്ടെങ്കിൽ അതിടുക. പിന്നെ ഞാൻ ഈ വേഗ ബോട്ടിൻ്റെ പിന്നെ ഫോൺ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാനുള്ള ഒരു നമ്പറുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അനവധി നിരവധി ജലജന്യ ജീവികളുടെയും ദേശാടന പക്ഷികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് വേമ്പനാട് കായലും അനുബന്ധ തീരപ്രദേശങ്ങൾ. കേരളത്തിന്റെ ദേശീയ മത്സ്യമായ കരിമീനിന്റെ പ്രധാനപ്പെട്ട ആവാസ കേന്ദ്രം എന്ന മറ്റൊരു പ്രത്യേകത കൂടി വേമ്പനാട് കായലിനുണ്ട്. വേമ്പനാട് കായലിന്റെ ജൈവ പ്രാധാന്യം കണക്കിലെടുത്ത് ഭാരത സർക്കാർ പ്രത്യേക ജൈവ സംരക്ഷണ മേഖലയായ റംസർ സൈറ്റായി പരിപാലിച്ചു പോരുന്ന ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധമായ തണ്ണീർത്തട മേഖല കൂടിയാണ് വേമ്പനാട് കായൽ. വേമ്പനാട് കായൽ റംസർ സൈറ്റായി പരിപാലിച്ചു പോരുന്നതിന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. യാതൊരു കാരണവശാലും സഞ്ചാരികളായ നമ്മുടെ ഭാഗത്തു നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങളോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ വേമ്പനാട് കായലിന്റെ ഈ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയാതെ ഓർഡിനറി ക്രമീകരിച്ചിരിക്കുന്ന മാലിന്യ നിക്ഷേപ പാത്രങ്ങളിൽ മാത്രം നിക്ഷേപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഉല്ലാസയാത്ര ആരംഭിച്ചപ്പോൾ തന്നെ ജലാശയങ്ങളിൽ വിവിധ ഭാഗങ്ങളിലായി ഓറഞ്ച് നിറങ്ങളിലും പച്ച നിറങ്ങളിലുമായി ചില വീപ്പകൾ പോലുള്ള വസ്തുക്കൾ ജലാശയങ്ങളിൽ പൊന്തിക്കിടക്കുന്നത് സഞ്ചാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഈ ഉല്ലാസയാത്രയിൽ യാത്രികർ സ്ഥിരം ചോദിക്കാറുള്ള ഒരു സംശയമാണ് ജലാശയങ്ങളിൽ പൊന്തിക്കിടക്കുന്ന ഇത്തരം വീപ്പകൾ പോലുള്ള വസ്തുക്കൾ എന്താണെന്ന്. ശ്രദ്ധിക്കുക, ദേശീയപാത പോലെ തന്നെ പ്രാധാന്യമേറി വരുന്ന മറ്റൊരു ഗതാഗത സംവിധാനമാണല്ലോ ദേശീയ ജലപാത. ദേശീയ ജലപാത 3 നാഷണൽ വാട്ടർവേ 3 കടന്നുപോകുന്നത് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട് കായലിലൂടെയാണ്. ദേശീയ ജലപാതയുടെ അടയാളപ്പെടുത്തലുകളാണ് ഇത്തരം വീപ്പകൾ പോലുള്ള വസ്തുക്കൾ. രാത്രികാലങ്ങളിൽ ഇവ പ്രകാശിക്കുകയും രാത്രികാല ജലയാത്രികർക്ക് വഴികാട്ടിയായി പ്രവർത്തിക്കുകയും ചെയ്യും. അതോടൊപ്പം ദീർഘദൂര ജലയാത്രികർ തങ്ങളുടെ ജലവാഹനം സുരക്ഷിതമായ യാത്രയ്ക്കായി കൊണ്ടുപോകുന്നതും ഇത്തരം അടയാളപ്പെടുത്തലുകൾ, അതായത് ലൈഫ് ബോയ് എന്ന ഔദ്യോഗിക നാമത്തിൽ അറിയപ്പെടുന്ന ഇവയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. നിലവിൽ ദേശീയ ജലപാത കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണെങ്കിലും വരുന്ന 3 വർഷത്തിനുള്ളിൽ തിരുവനന്തപുരം കോവളം മുതൽ കാസർഗോഡ് ബേക്കൽ വരെ ദേശീയ ജലപാത നീട്ടുന്നതിനുള്ള ദേശീയപാത പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ദേശീയ ജലപാത. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കപ്പൽ യാത്രയാണ്. അങ്ങനെ പാതിരാമണലിലെത്തിയിരിക്കുകയാണ്. പാതിരാമണൽ എങ്ങനാ മുമ്പേ പറഞ്ഞായിരുന്നു? ഞാനും കേട്ടില്ല. ഇവിടെ പ്രത്യേക കാഴ്ചയുണ്ട് കേട്ടോ. പാതിരാമണലിലാണ് കേറിയിട്ട് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. പാതിരാമണലിൽ വന്നാൽ ഏറമാടത്തെ കയറാനായിട്ട് വലിയ ഒരു തേങ്ങ കണ്ടില്ലേ, അവിടെ വെയിറ്റ് ചെയ്ത് വെച്ചില്ല, ഒന്നും പേടിച്ചിട്ടാണ്. പാതിരാമണലിൽ ഒരു കാഴ്ചയാണിത്.
എടുക്കട്ടെ. പാതിരാമണലില്ല കേട്ടോ. ആ പറഞ്ഞോ. പാതിരാമണലിൽ പാതിരാമണൽ മണി ടീച്ചർ ഇരുന്ന് ഊഞ്ഞാലാടുന്ന കണ്ടില്ലേ? നല്ല രസമുണ്ട് കേട്ടോ. ആ മൊത്തം വൃക്ഷങ്ങളാണ്, ആ മൊത്തം മരങ്ങള്. പിന്നെ ഏറുമാടം ഇല്ലേ, ഏറുമാടമാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ച ഏറുമാടം. അതിൻ്റെ മുകളിൽ കയറി അതെല്ലാം കാണാൻ പറ്റും. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് പാതിരാമണൽ. അതിൻ്റെ ടോപ്പിൽ കയറാം, ആ മരത്തിൻ്റെ ടോപ്പിൽ കയറാം. ഇവിടെ കുറേ പക്ഷികളെയൊക്കെ കാണുമെന്ന് പറയുന്നു കേട്ടോ. അറിയത്തില്ല, മുന്നോട്ട് പോട്ടെ. യെസ്, ആ അങ്ങനെ ഉം. ഊഞ്ഞാലോട്ട് അവസാനിപ്പിച്ചു. ഇനി അടുത്ത ഇനി സ്റ്റേഷനിലേക്ക് ഞാനിപ്പോഴുള്ളത് പാതിരാമണല്ല കേട്ടോ. അവിടുത്തെ കാഴ്ചകളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ ഇവിടെ വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്നത്? ഇതെന്താണോ എന്തോ. കിളികളുടെ ഒച്ചയല്ലാതെ ഇവിടെ യാതൊന്നുമില്ല. സൈലൻ്റായിട്ടുള്ള ഏരിയ. ഒന്നേകാലിന് തിരിച്ചു ബോട്ടിലെത്തണം. അപ്പോൾ അവിടെ കുടുംബശ്രീയുടെ വക ഫുഡുണ്ട്. അതെല്ലാം അവിടെ അവർ കുടുംബശ്രീക്കാർ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനെന്ന് വെച്ചാൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമുക്ക് നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല ഈ ബോട്ട് യാത്ര കേട്ടോ. ആദ്യമൊക്കെ എനിക്കും ഇത് കയറുന്നവരെ പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഞാൻ 3 എണ്ണം ഉണ്ടോ? എനിക്ക് വളരെ സന്തോഷമായി. അപ്പം നമുക്ക് ആ ഒരു പേടിയും വേണ്ട, ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പം തന്നെ ഉണ്ട്. നല്ല നമ്മുടെ ഈ ബോട്ട് യാത്ര 5 മണിക്കൂറാണ്. 5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ കായലിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും പാസ് ചെയ്ത് പോരാനായിട്ട് പറ്റും.
നമ്മുടെ യാത്ര ഏകദേശം 5 മണിക്കൂറോളം പിന്നിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും പമ്പാ നദി വന്ന് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഓക്കെ, താങ്ക് യു.